എറണാകുളം സെന്റ് തെരേസാസ് കോളേജ് ശതാബ്ദി നിറവിലേക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും. ഇത് സെന്റ് തെരേസാസ് കോളേജ് എറണാകുളം 100 വർഷങ്ങൾ പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് ഈ വനിതാ കോളേജ്. സെന്റ് തെരേസാസ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1925 മദർ തെരേസ ഓഫ് സെയിന്റ് റോസ് ഓഫ് ലിമ മെഡ്രാസിൽ നിന്ന് വന്ന് ഇവിടെ ആലപ്പുഴയിലാണ് ഒറിജിനലി സ്റ്റാർട്ട് ചെയ്തത്. അവിടെ സ്കൂൾ വിദ്യാഭ്യാസവും വിമൻ എംപവർമെന്റ് ഇനീഷ്യേറ്റീവ്സും ഒക്കെ ആയിട്ടാണ് തുടങ്ങിയത്. പിന്നെ എറണാകുളത്തോട്ട് വന്ന് സ്കൂള് തുടങ്ങി. ഈ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ടുള്ള ടീച്ചേഴ്സിന് ആവശ്യമുള്ളത് കൊണ്ടാണ് ഇവിടെ ടീച്ചേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോളേജ് തുടങ്ങിയത്. 43 സ്റ്റുഡൻസ് തൊട്ട് തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നിപ്പം 4200ഓളം കുട്ടികളുണ്ട്. 64 ഡിഫറെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ 7 PhD പ്രോഗ്രാംസ് ആണ്. 221 ഫാക്കൽറ്റി മെമ്പേഴ്സ്, 90ഓളം നോൺ ടീച്ചിങ് സ്റ്റാഫ്, അങ്ങനെയൊക്കെ കൂടിയായിട്ട് വികസിച്ച് വന്നിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പഴയ കൊച്ചി രാജ്യത്തെ ആദ്യത്തേതും കേരളത്തിലെ രണ്ടാമത്തെ വനിതാ കോളേജുമായ സെന്റ് തെരേസാസ് അടുത്ത വർഷം ശതാബ്ദി പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വർഷം നീളുന്ന പരിപാടികൾക്ക് തുടക്കമായി. ബാംഗ്ലൂർ ബിഷപ്പ് പീറ്റർ മച്ചാഡയുടെ കൃതജ്ഞത ബലിയോടെയാണ് ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. ശതാബ്ദി ബ്ലോക്കിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. തുഷാരം പദ്ധതിയുടെ ഭാഗമായി 100 ക്യാൻസർ രോഗികൾക്കുള്ള മരുന്നുകളുടെ വിതരണവും ഇതോടൊപ്പം നടന്നു. കോളേജിന്റെ ശതാബ്ദി ആഘോഷ ചടങ്ങുകൾ സെപ്റ്റംബറിൽ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വല്ലാർപാടത്ത് മുതിർന്ന പൌരന്മാർക്കായി കാരുണ്യ നികേതൻ പദ്ധതി, പാലിയേറ്റീവ് രോഗികൾക്കായുള്ള തുഷാരം പദ്ധതി, സംരംഭകത്വ പദ്ധതിയായ ടിബിക് ഇൻക്യുബേഷൻ സെന്റർ, തെരേസ്യൻ സ്കിൽ ഹബ് എന്നിവയാണ് ശതാബ്ദി അനുബന്ധിച്ച് നടക്കുന്ന പ്രധാന പദ്ധതികൾ. 1 ലക്ഷത്തോളം വരുന്ന അലൂമിനിയാണ് സെന്റ് തെരേസാസിനുള്ളത്. ഈ തെരേസിനെ സംഘടിപ്പിച്ചുകൊണ്ട് ഗ്ലോബൽ അലൂമിനിയ മീറ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കോളേജിൽ നിന്നും പഠിച്ചുപോയ സെലിബ്രിറ്റീസിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വിവിധങ്ങളായ കലാപരിപാടികളും നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. 100 വർഷം പൂർത്തിയാക്കുന്ന കോളേജിന്റെ ചരിത്രം ഉൾക്കൊള്ളിച്ചുള്ള പുസ്തകം സെപ്റ്റംബറിൽ പ്രസിദ്ധീകരിക്കും. ഇത് 100 വർഷം നമ്മുടെ കോളേജ് ആഘോഷിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് 100 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ ആണ്. അപ്പൊ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ 100 വർഷം തികയുമ്പോഴത്തേക്ക് നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് ഇതൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറണമെന്നാണ്. ജോസഫ് മാർട്ടിൻ, DD ന്യൂസ്, കൊച്ചി.